കൊല്ലം കടയ്ക്കലിൽ CPM കോൺഗ്രസ് സംഘർഷവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി മനോജിൽ നിന്ന് തേടേണ്ടതുണ്ട്. എന്തായാലും കൊല്ലം കടയ്ക്കലിലാണ് സംഭവം. CPM കോൺഗ്രസ് സംഘർഷത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രതിഷേധ മാർച്ചിനിടെയായിരുന്നു സംഘർഷം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നാലെ കടയ്ക്കലിൽ കോൺഗ്രസ് ഓഫീസ് CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. കോൺഗ്രസ് പ്രവർത്തകന്റെ ഹോട്ടലും തകർത്തതായി പരാതി. മനോജ് ചേരുന്നു. മനോജ്, ഇപ്പോൾ എന്തായാലും സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ? എന്തായിരുന്നു സംഭവം? രോഹിണി, സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് കടയ്ക്കലിലുള്ളത്. അതായത് ഇന്ന് വൈകിട്ടോടു കൂടി തന്നെയാണ് ഒരു പ്രതിഷേധമുണ്ടായത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരുത്തി സ്കൂളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരുന്ന KSU പ്രവർത്തകരെ കടയ്ക്കലിൽ വെച്ച് CPM ഈ SFI DYFI പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചതായി ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസ്, അതോടൊപ്പം KSU അടക്കമുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് അവിടെ പ്രതിഷേധം നടത്തിയത്. ഇതിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളുമായി ഇവർ പരിപാടി നടത്തുന്നു. അതിലേക്ക് CPMന്റെ ആളുകളും അവിടേക്ക് എത്തുന്നു. പിന്നീട് അത് സംഘർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് അതോടൊപ്പം തന്നെ CPM പ്രവർത്തകർ തമ്മിൽ വലിയൊരു സംഘർഷമാണ് കടയ്ക്കലിലുണ്ടായത്. തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടക്കം കുത്തേക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് DYFI പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റതായാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അതോടൊപ്പം തന്നെ ഈ ഭാഗത്തൊക്കെ സുരക്ഷ ഒരുക്കി വരികയാണ്. എന്നാൽ ഈ സംഘർഷത്തിന് പിന്നാലെ തന്നെ ആ കടയ്ക്കലിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലടക്കം CPM പ്രവർത്തകർ അടിച്ചു തകർത്തതായാണ് വിവരം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഓഫീസും CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. ഇനിയും സംഘർഷം രൂക്ഷമാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെയാണ് കടയ്ക്കലിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ SP അടക്കം ഈ സ്ഥലത്തേക്കെത്തി മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയാണ്. എന്തായാലും ഈ സംഘർഷത്തിന് അയവ് വരുത്താനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം.